कहानी बोलो। अभी मैं एक पेड़ के नीचे है, वो बहुत थक गया, बहुत ज़्यादा है, अभी दिल्ली पहुंचना है लेकिन पहुंच नहीं पाएगा, इस धूप में जाएगा तब, बहुत ज़्यादा तेज़ धूप है। ഇപ്പം ഞാൻ എനിക്ക് ദില്ലി പോകേണ്ട വഴിയാണ്. ഇപ്പം ഞാൻ അലിഗഡിന് എനിക്ക് ഡൽഹിക്ക് ഇനി ഒരു 300 കിലോമീറ്ററിൽ കൂടുതലുണ്ട്, ഒരു 330 കിലോമീറ്റർ ഉണ്ട്, ഒട്ടും ഓടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഒരു മരത്തിൻ്റെ മൂട്ടിൽ ഒരു കട്ടിലിട്ടിട്ടുണ്ടായിരുന്നു, ഇതൊരു വെൽഡിങ് വർക്ക്ഷോപ്പാണ്. ഞാൻ അവിടെ വന്നു കൂടെ അവരോട് ഇരുന്ന് പാവം അവർ എനിക്ക് വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് വേറൊരു ഷോപ്പിലോട്ട് പോയിരുന്നു. मुझे अभी चलना होगी तो मैं इधर बैठ रहा है, लेकिन ये शॉप की 2 भैया लोग हैं वो अपोजिट साइड में, और वहीं जाकर अभी दोनों मुझे फ्री से इधर छोड़ा, बोला है कब तक आपको बैठना है, सोना है, आराम करना है, फिर आराम करो। ये यूपी में है, क्या बोले, बहुत सपोर्टेड है, क्योंकि पूछा है कहाँ से आ रहा है, मैं बोला है केरला से. എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ ഇപ്പോൾ വരുന്നത് ലക്നൗവിൽ നിന്നാണ്, പക്ഷേ ഞാൻ കേരളക്കാരിയാണ്. അപ്പോൾ ലക്നൗവിലാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ലക്നൗ ആവാൻ ചാൻസ് ഇല്ലല്ലോ, അങ്ങനെ ഞാൻ കേരളക്കാരിയാണ്, ഞാനിപ്പോൾ ഡൽഹിയിലോട്ട് പോകുന്ന വഴിയാണെന്ന് പറഞ്ഞു. എന്തായാലും ചൂടിൽ നിന്ന് ഇപ്പോൾ അവൻ മീൻസ് കുറച്ച് വിശ്രമിക്കും, കുറച്ചൊന്നല്ല നല്ല ടൈം എടുക്കും. വൈകുന്നേരം ഞാനിനി ഇവിടെ നിന്ന് ഇറങ്ങത്തുള്ളൂ, ഒരു 5 മണിക്ക് ശേഷം 5:30 വരെ തീ പോലെ ചൂടാണ്, അത് കഴിഞ്ഞിട്ടേ ഞാൻ ഇറങ്ങത്തുള്ളൂ. അതുവരെ ഈ മരത്തിൻ്റെ മൂട്ടിൽ എന്തായാലും ഒരു കട്ടിലുണ്ട്, ഇവിടെ ഇരിക്കാം. हमने 5 महीना हो गए अकेले सफर करते हुए. 5 महीना नहीं, 9 महीना. बताओ भला, बताइए 9 महीना हो गए सफर करते करते. को साथ वाला कहा है तो मैं बोला साथ वाला कोई नहीं है, अकेली है. പുള്ളി എന്നോട് ചോദിക്കുകയാണ് കൂടെയുള്ള ആൾ അവിടെ പോയിന്ന്.